അലൈക്കും വറഹ്മത്തുള്ളാ. ഉസ്താദ് മൈക്ക് വിട്ടതായി വിടുന്നെന്ന് പറഞ്ഞിട്ടില്ല, അറിയില്ല. വിട്ടതാണെന്ന് തോന്നുന്നു. ചോദിക്കാം ഉസ്താദ്. ഈ കുരിയ ഇഖ്തിദാഉ ഫാസിഖിൻ വ മുബ്തദീൻ എന്ന് പറഞ്ഞിട്ട് അല്പം വിശദീകരിക്കാനുണ്ട് ഉസ്താദ്. അപ്പൊ അവിടെ അത് കറാഹത്താണ്, ജമാഅത്തിന്റെ കൂലി കിട്ടൂല, അപ്പൊ തുടരൽ ശരിയാവും എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ പിന്നെ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഒരുപോലെയാണോ ഈ തുടർച്ചന്റെ വിഷയത്തിൽ ഒന്ന് വിശദീകരിക്കാനുണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞ കൊള്ളായിരുന്നു. ചോദ്യം ബാക്കിയുണ്ട്, പിന്നെ ചോദിക്കും. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഇവിടെ പത്രന്നെ ഉള്ളൂ ആ പറയാൻ, മറ്റുള്ളത് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പൊ നമ്മൾ പറയുന്നത് ഫിഖ്ഹിന്റെ ബാബാണ്. ഫിഖ്ഹിന്റെ ബാബില് മുബ്തദിഇനോട് തുടരൽ കറാഹത്താണ്. അതിന്റെ മസ്അല ഹുക്മ് അതാണ്. അത്ര ഇപ്പൊ അവിടെ പറയേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവിടെ മനഃപൂർവ്വം തന്നെ അവിടെ വിശദീകരിക്കാതിരുന്നത്. മറ്റത് അഖീദയുമായി ബന്ധപ്പെട്ട വേറൊരു വിഷയമാണ്. അതായത് മുബ്തദിഇനോട് തെർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്നത് ഫിഖ്ഹിന്റെ മസലയല്ല. അത് അഖീദയുമായി ബന്ധപ്പെട്ട വിശ്വാസ ആദർശപരമായ ഒരു വിഷയമാണ്. തെർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്നത് ആദർശപരമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ തെർക്കുൽ മുവാലാത്തിന്റെ ഭാഗത്ത് പെട്ടതാണ് അവനെ ആദരിക്കാതിരിക്കുക, അവനെ ബഹുമാനിക്കാതിരിക്കുക, അവനെ അംഗീകരിക്കാതിരിക്കുക. അപ്പോ ആ പറഞ്ഞ തെർക്കുൽ മുവാലാത്തിനെതിരാണ് അവനെ ബഹുമാനിക്കലും അവനെ ആദരിക്കലും അവനെ അംഗീകരിക്കലും. ഒരു അംഗീകരിക്കലിന്റെ സ്ഥാനമാണ് ഉലമാക്കള്, സാദാത്യങ്ങള്, നാട്ടുകാരണവന്മാര് പോലെയുള്ളവര് മുബ്തദീനെ തുടരുക എന്ന് പറയുന്നത്. അത് അവനൊരു അംഗീകാരം കൊടുക്കലാണ്. അത് തെർക്കുൽ മുവാലാത്തിനെതിരായത് കൊണ്ട് അത് പാടില്ല. മനസ്സിലായില്ലേ? അത് ഇവിടെ പറയേണ്ട വിഷയമല്ല. ഇത് രണ്ടും കൂടി മനസ്സിലാക്കാത്തത് കൊണ്ടോ മനസ്സിലായത് കൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയോ ചില ആൾക്കാര് അത് കൂട്ടിക്കുഴക്കുകയാണ്. ഫിഖ്ഹിന്റെ ഏതെങ്കിലും കിതാബിൽ, ഷാഫി മദ്ഹബിലെ ഫിഖ്ഹിന്റെ ഏതെങ്കിലും കിതാബിൽ വഹാബിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, അവനെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് അറിയാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാവാം. അത് ഫിഖ്ഹിന്റെ മസല അല്ല. അത് ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിഷയമല്ല. മറിച്ച് അത് വിശ്വാസപരമായ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തെർക്കുൽ മുവാലാത്ത്, മുബ്തദിഇനെ ആദരിക്കാൻ പാടില്ല, അവന് സമൂഹത്തിന്റെ ഇടയിൽ അംഗീകാരം കൊടുക്കാൻ പാടില്ല, അവനുമായി വിട്ടു നിൽക്കണം എന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുടെ ഭാഗമാണ്. വമിൻ ശുറൂത്തിൽ ഈമാനി തഅലീമു മാ അള്ളമല്ലാഹു വ തഹ്ഖീറു മാ ഹഖറല്ലാഹ് എന്ന് പറഞ്ഞ മസ്അലയുടെ ഭാഗമാണത്. അത് ഫിഖ്ഹിൽ പറയുന്ന മസ്അലയല്ല, അഖീദയിൽ പറയുന്ന മസ്അലയാണ്. ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടാവാൻ ഉള്ള ഷർത്തുകളിൽപ്പെട്ടതാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുകയും ചെയ്യുക എന്നത്. അപ്പൊ ഒരു മനുഷ്യൻ അള്ളാഹു നിന്ദിച്ചതിനെ ബഹുമാനിച്ചാൽ അത് അവന്റെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്. അള്ളാഹു നിന്ദിച്ചതിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് ഫാസിഖിനെ ബഹുമാനിക്കുക ഫിസ്ഖിന്റെ പേരിൽ, മുബ്തദിഇനെ ബഹുമാനിക്കുക ബിദ്അത്തിന്റെ പേരിൽ, അവന് അംഗീകാരം കൊടുക്കുക, അവന് ആദരവുണ്ടാക്കി കൊടുക്കുക എന്നത്. അത് അഖീദന്റെ കിതാബിലാ പറയേണ്ടത്. അത് അവിടെ പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ഫിഖ്ഹാണ് പറയുന്നത്. ഫിഖ് ജനറലായ വിഷയമാണ്. അത് ജനറൽ, അതിനൊരു നിയമം ഉണ്ടാകുക, ആ നിയമപ്രകാരം കറാഹത്താണ് എന്ന് പറഞ്ഞു. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ ഒരാള് ഈ മുഷക്കലാണ്, കാരണം ഇത് കോക്ടെയിലാണ്, ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് വഹാബിന്റെ കുറെ കാര്യങ്ങൾ അതിലുണ്ട്, കുറച്ച് സുന്നിന്റെയും കാണുന്നുണ്ട്.
അപ്പോൾ ആള് എന്ത് പറഞ്ഞാലും വഹാബിന്റെ മോഡലിൽ ഉണ്ടാവില്ല. അപ്പോൾ ഓൻ തുടർന്നാലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവില്ല, കറാത്ത് തന്നെ ഉണ്ടാകാൻ ചോദിക്കാം. അസ്സലാമു അലൈക്കും. ചോദ്യം എനിക്ക് മനസ്സിലായില്ല. തിരക്ക് കൂട്ടാതെ കുറച്ച് ആശ്വാസത്തിൽ പറയണത് എന്താണെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന നിലക്ക് ചോദിക്കണം. അല്ലാതെ എങ്ങനെയാ ഞാൻ മറുപടി പറയാ? ഹലോ, അസ്സലാമു അലൈക്കും. ചില ആള് മുബത്തദിയാന്ന് തുറന്നു പറയൂല, പക്ഷെ കുറെ കാര്യങ്ങൾ മുബത്തദിയാന്ന് മനസ്സിലാകുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അയാളെ തുടർന്നാൽ ഇതേ അവസ്ഥ തന്നെ ഉണ്ടായാല്. കാരണം ഓരോ ഔലിയാക്കന്മാരെ ഔലിയാക്കന്മാരെ അംഗീകരിക്കുന്നില്ല, അങ്ങനെയൊക്കെ പല വഹാബിസത്തിന്റെ പല കാര്യങ്ങളും അതിലുണ്ട്. പക്ഷെ അയാൾ തുറന്ന് പുറത്ത് പറയലൊന്നുമില്ല, ഞാൻ വഹാബിയാണ് എന്ന് പറയാറുമില്ല. അങ്ങനെയുള്ള ഒരു ഇമാമിനെ നമുക്ക് ഈ കറാത്ത് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം. ഈ ആള് ഞാൻ മുബ്തദിയാണെന്ന് പറയില്ല. ആള് ഞാൻ മുബ്തദിയാണെന്ന് പറയില്ല, അത് പറയേണ്ട ആവശ്യമില്ല. അയാളുടെ പ്രവൃത്തിയിൽ നിന്നും നടപടിയിൽ നിന്നും അയാൾ ഒരു ബിദ്അത്ത് വിശ്വാസിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മതി, അയാളത് സമ്മതിച്ചോളണം എന്നില്ല. പിന്നെ ഒരാൾ മുബ്തദിയാകാൻ എല്ലാം ബിദ്അത്തായിക്കൊള്ളണം എന്നില്ല. ബിദ്അത്ത് വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളായാൽ ആള് മുബ്തദിയായി. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കർമ്മപരമായ ഒരു വിഷയം അല്ല. ബിദ്അത്തുകാരന്റെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതവന്റെ ഈമാനാണ്. ഇപ്പൊ ഒരാൾക്ക് ഉദാഹരണം പറയാ, ഒരാള് 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചത് കൊണ്ട് വഹാബിയാവോ? ഇല്ല. അതേ സമയത്ത് ഒരാള് 20 നിസ്കരിക്കുന്നു, പക്ഷേ തറാവീഹ് എന്ന് പറയുന്ന നിസ്കാരം 8 റക്അത്തേ ഉള്ളൂ, അതിന്റെ അപ്പുറമുള്ളത് ബിദ്അത്താണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസമാണ് ബിദ്അത്ത്. അല്ലാതെ 8 നിസ്കരിക്കണമല്ല. 20 ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ 8 നിസ്കരിച്ചാൽ ബിദ്അത്താവൂല. പക്ഷെ ബിദ്അത്തുകാരുടെ പ്രവൃത്തിയോടുള്ള ഒരു സാമ്യത ഉണ്ട്, അതുകൊണ്ട് നല്ലതല്ല എന്നുള്ളത് വേറെ വിഷയം. അപ്പൊ ബിദ്അത്ത് വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നാണ് നോട്ടം. അതുണ്ടെങ്കിൽ അയാൾ ഞാൻ മുബ്തദിയാണെന്ന് പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ അയാൾ ഞാൻ മുജാഹിദാണ് അല്ലെങ്കിൽ ഞാൻ ജമാഅത്താണ്, ഇപ്പൊ ഇനി മുജാഹിദാണ് ജമാഅത്താണെന്ന് ആരും പറയില്ല. അങ്ങനത്തെ കാലം കഴിഞ്ഞില്ലേ. ദുന്യാവിൽ മുജാഹിദാണ് എന്ന് പറയുന്ന ശരിക്ക് ബുദ്ധിയുള്ള ഒരാളിപ്പൊന്നില്ല. ഞാൻ അങ്ങനെ അറിയും അങ്ങനെ ഇപ്പൊ. കാരണം മുജാഹിദാണെന്ന് പറഞ്ഞാൽ ഏത് മുജാഹിദാ, 8 ഏതാണ് എന്ന് ചോദിക്കൂലേ. അപ്പൊ ആ ബേജാറൊന്നും വേണ്ടെന്നുള്ള ആൾക്ക് ഞാനിപ്പോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ അങ്ങനെ പറയാം. പിന്നെ ചെരിഞ്ഞ ഇസ്ലാമി ഇപ്പം ഗ്യാസും കുറ്റി ആയതോടുകൂടി ഓലും തന്നെ എന്താ ഇപ്പൊ വെൽഫെയർ ഒക്കെ ആയിപ്പോയിന്ന്. അപ്പൊ ഞാൻ മുജാഹിദാണ് ഞാൻ ജമാഅത്താണ് എന്ന് പറയാൻ ആളില്ല. പക്ഷെ അത് മറിയോളന്നില്ല. അവൻ വെൽഫെയർ ആണെന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, ഗ്യാസും കുറ്റിയാണെന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, അതല്ലെങ്കിൽ ജിന്നാണെന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, ചെയ്ത്താനാണെന്ന് പറഞ്ഞാലും വേണ്ടിയില്ല. അതല്ല പ്രശ്നം. ഈ വിശ്വാസം അയാളിൽ ഉണ്ടോ എങ്കിൽ അയാൾ മുബ്തദിയാണ്. വിശ്വാസം ഉണ്ടോ അത് നമുക്ക് ബോധ്യപ്പെടണം. അല്ലാതെ നമ്മളിത് കുത്തിച്ചോഞ്ഞ് ഉള്ളുക്ക് നോക്കൊന്നും വേണ്ട. ബിദ്അത്തിന്റെ എന്തെങ്കിലും അയാളിൽ വിശ്വാസമുള്ളതായി നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ കറാഹത്താണ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഞങ്ങള് ഞങ്ങളെ പള്ളിയില് കുഞ്ഞുത്തോയാത്ത മുത്തവയാണ്. ഞങ്ങൾ റൂമിൽ വെച്ചിട്ട് സുബൈക്ക് ജമാഅത്ത് നടത്താറുണ്ട്. അതിന് 27 ദർജ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. കുനൂത്തോതാത്ത മുത്തവയാണ് എന്നതുകൊണ്ട് മൂത്തതി ആയിക്കൊള്ളുന്നില്ല, മദ്ഹബ് വ്യത്യാസപ്പെട്ടാലും മതി. എങ്കിലും ജമാഅത്തായി റൂമിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുകയും അതിൽ കുനൂത്തോതുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. മറ്റേ ആള് മുബ്തദി അല്ലെങ്കിൽ പോലും. കാരണം ഹംബലി മദ്ഹബുകാരായ ചില ഇമാമിങ്ങളുണ്ട്, അവർ വിശ്വാസപരമായ സുന്നികൾ തന്നെ ആയിരിക്കാം. പക്ഷെ ഹംബലി മദ്ഹബില് കുനൂത്തോതല് വിത്റിലാണ്, സുബൈലല്ല. അപ്പൊ അങ്ങനെ ഓരോ മദ്ഹബ് അനുസരിച്ച് സുബൈൽ കുനൂത്തില്ല, അങ്ങനെ ഓതണില്ല.
അപ്പൊ ആള് സുന്നി തന്നെയാണ്. എന്നാൽ പോലും ഒരു മുഅക്കദായ സുന്നത്ത്, അബ്വാബ് സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താവുന്ന കുനൂത്ത് ഓതാത്ത ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ കുനൂത്ത് ഓതൽ സുന്നത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ഷാഫി മദ്ഹബുകാർ ഒരുമിച്ച് കൂടി ജമാഅത്തായി നിസ്കരിക്കുന്നത് തന്നെയാണ്. ആ ജമാഅത്തിന് മറ്റേ ജമാഅത്ത് കൂടിയാൽ തന്നെ 27 ദർജ കിട്ടൂല. ഇതിനെന്തായാലും 27 ദർജ കിട്ടും. അപ്പൊ അവിടെ റൂം നിസ്കരിച്ചാലും 27 ദർജ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടും. എന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ദുആ ചെയ്യണം. സ്പോൺസർ നിന്ന് പോയതാണ്, തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഇവിടെ വെച്ചൊന്നും എനിക്ക് അറിയില്ല. ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് നഷ്ടപ്പെട്ട പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു ലഭിക്കുമാറാകട്ടെ. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത് കൊണ്ടും ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ടും എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാത്മാക്കളുടെ ഹക്ക് ജാഹ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു പ്രയാസത്തിലുമാക്കാതെ, കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമാകാതെ എളുപ്പത്തിൽ നഷ്ടപ്പെട്ട പാസ്പോർട്ടിന് പകരം ലഭിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം ബുദ്ധിമുട്ടുകളിലും വിഷമങ്ങളിലും പെടാതെ അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും സലാമത്താക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ കേൾക്കുന്നുണ്ടോ? ഞാന് കേൾക്കുന്നുണ്ടാന്ന് കരുതുന്നു. പിന്നെ ഈ ജഹീറാക്കി ഓതാത്ത ഈ നിസ്കാരങ്ങളില് നമ്മളിപ്പോ അദ്ദേഹത്തെ മനസ്സിലാക്കിയത് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം പിന്നീടാണ് ആള് ഉമ്മിയാണ് ഇതുപോലുള്ള ഷർത്തുകൾ പറഞ്ഞതില്. അങ്ങനെ പിന്നീട് മനസ്സിലായാൽ നമ്മളത് മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ ഉസ്താദെ? പിന്നെ അതുപോലെ തന്നെ ഉസ്താദെ, ഞാന് സുഖമില്ലാണ്ട് റേഡിയോയിലാണ് സാധാരണ കേൾക്കല്, കടയിലാവുമ്പോ ഇന്ന് സുഖമില്ലാണ്ടായി. ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് റൂമിൽ വന്നാണ്. ഇന്ന് മുതിർന്ന വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. എന്തെങ്കിലും പ്രശ്നം ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. തീരെ സുഖമില്ല, ഭയങ്കര ക്ഷീണവും പ്രഷർ കൂടുതലും ഒക്കെ പാടായിട്ട്. അപ്പൊ അതും കൂടി നിർത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും ദുആ വസിയത്തോടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ രോഗം പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബ് മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ അഹ്ലു ബൈത്ത് അസ്ഹാബിന്റെയും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകുമാറാകട്ടെ. ജോലി സംബന്ധമായോ മറ്റും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അള്ളാഹു തആല എല്ലാം ഖൈറിലും റാഹത്തിലും സന്തോഷത്തിലും ആഫിയത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിസ്കരിക്കുന്ന സമയത്ത് ജഹ്റാക്കുന്ന നിസ്കാരമല്ല, ഉദാഹരണം ദൂറ്, അസർ പോലെയുള്ള പതുക്കെ ഓതുന്ന നിസ്കാരമായിരുന്നു. തുടരാൻ പറ്റുന്ന ആളാണെന്നുള്ള ധാരണയിൽ തുടർന്ന് നിസ്കരിച്ചു കഴിഞ്ഞു. പിന്നീട് മനസ്സിലായി അയാള് ഉമ്മിയായിരുന്നു, ശരിക്ക് ഫാത്തിഹ ഓതാൻ പറ്റാത്ത ആളാണ് എന്ന് മനസ്സിലായാൽ മടക്കി നിസ്കരിക്കണം രണ്ടാമത്. കാരണം ആ തുടർച്ച സഹിയല്ല എന്നാണ്. അതുകൊണ്ട് നിസ്കാരം സഹിയായിട്ടില്ല, രണ്ടാമത് മടക്കി നിസ്കരിക്കണം. പക്ഷെ ഖളാക്കിയതിന്റെ പേരിലുള്ള കുറ്റം ഉണ്ടാവില്ല. അറിഞ്ഞുകൊണ്ട് അയാളോട് തുടരാൻ പാടില്ല, ആ കുറ്റം ഉണ്ടാവില്ല, അറിയാതെ സംഭവിച്ചതായതുകൊണ്ട്. പക്ഷേ ഇയാളുടെ നിസ്കാരം ഫാത്തിഹ ചുമക്കാൻ പറ്റാത്ത ആളോട് തുടർന്ന നിസ്കാരം സഹിയല്ലാത്തത് കൊണ്ട് രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ്. തെക്കുമൽ ഉസ്താദിന്റെ നെറ്റ് ശരിയില്ലാത്തതുകൊണ്ട് ഏൽപ്പിച്ചതാണ്. ഇന്ന് നമുക്ക് ദ്വാരക്കാണ്ട് പാലച്ചിറമാട് മുഹമ്മദ് അബ്ദുൾ റൌഫ് എന്ന കുട്ടിയുടെ പേരിലുള്ള മുത്താലിമിന്റെ പേരിൽ അയക്കുന്ന ഖത്തമുകള് മൊത്തം 14 ഖത്തമുണ്ട്. SGBയുടെ കെയർ ഓഫില് 7ഉം നാട്ടിൽ നിന്ന് 7ഉം 14 ഖത്തമുണ്ട്. 6 ലക്ഷം തെഹ്ലീലുണ്ട്. ഇതെല്ലാം തെക്കുമൽ ഉസ്താദ് അറിയിച്ചതാണ്, അത് ദ്വാരം ഉൾപ്പെടുത്താൻ വേണ്ടി. പിന്നെ കുണ്ടൂർ ഉസ്താദിന്റെ ഭാര്യയുടെ സഹോദരൻ മരണപ്പെട്ടവരോട് അറിയിക്കുന്നുണ്ട്.
എല്ലാ ഉസ്താദും ഉൾപ്പെടുത്തുമെന്ന് അറിയിക്കുന്നു ഉദ്ദേശിക്കുന്നു. എൻ്റെ ഉമ്മയും ഉപ്പയും മാസമാണ് മരണപ്പെട്ടത്, ഉൾപ്പെടുത്തിയ നന്നായിരുന്നു. ദാവസിയത്തോടെ സാരിക്ക് മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് ഇൻഷാ അല്ലാഹ് 3:30 നിർത്തിയിട്ട് ദുആ ചെയ്യാം. സാധാരണ നമ്മൾ 40 വരെ 3:40 വരെയാണ് തുടർന്ന് പോരല്. ഇന്ന് നേരത്തെ 3:30 തന്നെ കൃത്യം നിർത്തിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഫാത്തിഹ ഓതി ആ ഖത്മുകളും അതുപോലെ തന്നെ ആ ചെല്ലിയ തഹ്ലീലുകളും ഒക്കെ ഹദിയാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഈ തുടർന്നെടുത്ത് ഈ ഓത്തിന്റെ വിഷയത്തില് 7 കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മളെ എന്റെ കാര്യന്റെ മതം അനുസരിച്ചാണ് ഞാൻ ഓതുന്നത്. വേറൊരു കാര്യന്റെ മതം അനുസരിച്ചാണ് വേറൊരു നാട്ടിൽ ഓതുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ മിസ്രികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീമ് പറയലില്ലത്ര, ജീവന് പകരം ഹൈനാണ് ഉച്ചരിക്കല്. എനിക്കത് അറിയുകയും ചെയ്യാറ് അങ്ങനെ തന്നെയാണ് ഫാത്തിഹ ഓതല് എന്നുള്ളത്. ഫാത്തിഹന്റെ അക്ഷരത്തിൽ അങ്ങനെ വല്ലതും മാറ്റം വരുന്ന കണ്ടാൽ ഈ 7 കാര്യങ്ങൾ വ്യത്യാസം വരുന്നിടത്ത് പരസ്പരം തുടരാൻ പറ്റുമോ ഓത്തിന്റെ വിഷയത്തിൽ എന്നാണ്. അല്ല രണ്ടാളും ഇമാമും മൗമൂമും ഒരേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണോ എന്നുള്ളതാണ് ആ ചോദ്യം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. എന്തൊക്കെ കുറെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ചോദ്യമാണ് തുരിയ. 7 ഖുറായിങ്ങളുടെ ഖിറാത്തിൽ ഏത് ഖിറാത്ത് അനുസരിച്ച് ഓതിയാലും സഹീഹാണ്, ഒക്കെ മുത്തവാത്തിറാണ്. അതുകൊണ്ട് തന്നെ ഇമാമും മൗമൂമും ഒരു കാര്യന്റെ ഖിറാ അനുസരിച്ച് ഓതിയിരിക്കണം എന്ന് തുടർച്ച സഹിയാകാൻ ഷർത്തില്ല. മുത്തവാത്തിറായ 7 ഖിറാത്തുകളിൽപ്പെട്ട ഏത് ഖിറാത്ത് അനുസരിച്ച് സഹിയായാലും തുടർച്ച സഹിയാകും. അത് മസ്അല. പിന്നെ നിങ്ങൾ പറഞ്ഞത് സ്വീകാര്യമല്ല. അതായത് മിസ്രികളായ ആളുകള് വൈനുച്ചരിക്കാറ് ഇല്ല, ജീമിന്റെ ശബ്ദത്തിൽ ഉച്ചരിക്കുന്നു എന്ന് പറഞ്ഞത് അവരെ കൂട്ടത്തിൽപ്പെട്ട ബതുക്കളാവുന്ന വിവരമില്ലാത്ത ജാഹിലീങ്ങൾ മാത്രമാണ്. അതേസമയത്ത് അവരുടെ സാധാരണ സംസാരങ്ങളിൽ അവർ അങ്ങനെ ഉപയോഗിക്കും. ജീം ഉപയോഗിക്കുന്നതിന് പകരം ഗാണ് ഉപയോഗിക്കുക. അതൊക്കെ നാടൻ സംസാരത്തിലേ ഉപയോഗിക്കുള്ളൂ. ഖുർആൻ ഓതുമ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ ഖിറാത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ടവരാണ് മിസ്രികൾ. നല്ല ശുദ്ധമായ മഖ്റജുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ആരെയും ആകർഷിക്കുന്ന ഖിറാത്തിന്റെ അഹ്ലുകാരാണ് മിസ്രികൾ. പിന്നെ ചില ആളുകൾ ഗാഗ പറയുന്ന ഒരു നാടൻ വർത്താനത്തിലാ. ആര്? അബ്ദുൽ ബാസിത്ത്, അബ്ദുൽ സമദ് ഖാരി മഷൂർ. എന്നിട്ട് അയാളെന്താ മിസ്രിയാണ്. തന്നെയല്ല, മിസ്രികൾ ഇപ്പൊ സാധാരണ നമ്മളിവിടെ എല്ലാം പള്ളിക്കലുള്ള ഒരുപാട് മിസ്രികളായ ഇമാമിയങ്ങളുണ്ട്. അവരൊക്കെ നല്ല ശുദ്ധവും സ്ഫുടവുമായ ഖിറാത്താണ്. ഇതൊന്നും അറിയാത്ത ഏതെങ്കിലും ബദു ഉണ്ടാവും. അതെല്ലാ കൂട്ടത്തിലും ഉണ്ടല്ലോ, കാക്കാ ബദു. അങ്ങനത്തെ ഏതെങ്കിലും കാക്കാ മിസ്രി ആണെങ്കിൽ അങ്ങനെ ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ അത് നിയമല്ല, അങ്ങനെ ഒരു ഖിറാത്തും ഇല്ല. ഗുമ ഗുമ എന്നാ പറയാ ജുമാക്ക്. അങ്ങനെ പറയാൻ പറ്റുമോ? ജീമ് പറയേണ്ടോടത്ത് ശരിക്ക് ജീമ് തന്നെ പറഞ്ഞ് ഖുർആൻ ഓതും. അതേസമയത്ത് ഒരു നാടൻ വർത്താനം പറയുമ്പം നാടൻ വർത്താനത്തിൽ ഒരു ഗുമ ഗിനി എന്നൊക്കെ പറയാം. ജുനൈഹ് എന്ന് പറയുന്നതിനപ്പോ ഇവര് ഗിനി ഗിനി എന്ന് പറയുന്നത്. അത് പോലെ നാടൻ വർത്താനത്തിലേ ഉണ്ടാവുള്ളൂ. പഠിച്ചു ഓതുന്ന ആളാണെങ്കിൽ ശരിക്ക് നല്ല ശുദ്ധമായ സ്ഫുടമായ ഖിറാത്ത് തന്നെയാണ്. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു മിസിരി ആയാലും വേണ്ടിയില്ല, കീച്ചിരിക്കാരനായാലും വേണ്ടിയില്ല, ഹർഫ് മഖ്റജിന്ന് തെറ്റി ഓതിയാല് അയാളോട് തുടരാൻ പറ്റൂല. അതല്ല 7 ഖിറാത്തുകാരന്. 7 സബത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ മുത്തവാത്തിറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് സഹീഹായി ഉള്ള മുത്തവാത്തിറായ ഖിറാത്ത്. അതിൽ ഏത് ഖിറാത്ത് അനുസരിച്ച് ഓതിയാലും സഹിയാണ്. അതുകൊണ്ട് തന്നെ
ഒരു കാരിന്റെ ഖിറാഅത്ത് അനുസരിച്ച് ഓതുന്ന ഒരു മൗമൂമിന് മറ്റൊരു കാരിന്റെ ഖിറാഅത്ത് അനുസരിച്ച് ഓതുന്ന ഇമാമിനെ തുടരുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഈ 7 ഖിറാഅത്ത് മുത്തവാത്തിറായിട്ട് സഹീഹാണെന്ന് സ്ഥിരപ്പെട്ടതാണ്. ഈ കൂട്ടത്ത് കൂട്ടിക്കാട് മിസിരികളെ ബദു മിസിരികളെ കൂട്ടിക്കാട് അത് രണ്ടുകൂടി കൂട്ടിക്കുവച്ചത് ശരിയായില്ല. അതേകൊണ്ട് ഈ തവറുക്കിന്റെ യുദ്ധം ഇഫ്തിറാഷിന്റെ യുദ്ധം അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ ഇഫ്തിറാഷിന്റെ യുദ്ധം ഇരിക്കുന്നു. വിഷയത്തിന് ചെറിയ വ്യത്യാസമുണ്ട് ഉസ്താദ്. അപ്പോ ഈ ഇഫ്തിറാഷിന്റെ യുദ്ധം സുന്നത്തുള്ളത് റുബായിയായ നിസ്കാരത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ എല്ലാത്തിലും ഉണ്ടോ എന്ന് നമ്മള് സുബൈ നിസ്കാരത്തിൽ ഇന്നിപ്പോ ഞാൻ സുബൈക്ക് മുത്തവല്ലാത്ത സമയത്ത് ഞാനാണ് ഇവിടെ ഇമാമക്കാറ്. ഇമാം വന്നപ്പോ നമ്മൾ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണല്ലോ ഇരിക്കാറ്. അങ്ങനെ ഇരുന്നപ്പോ ഒരു മുത്തവനോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഇരിക്കൽ സുന്നത്തില്ല, ളുഹ്റ് അസർ ഇശാ എന്നീ നിസ്കാരങ്ങളിൽ മാത്രമാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കേണ്ടത്, അത് മാത്രമേ സുന്നത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ അത് എന്താ ഞാനിപ്പോ ഉസ്താദ് പറയും പോലെ അവരെ നന്നാക്കാൻ നമ്മള് നിന്നിട്ട് കാര്യമല്ലല്ലോ. നമ്മള് അവരോടൊന്നും പറയല്ല, അയ്യോ ശുക്രൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തൽക്കാലം തടി കഴിഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടോന്നുള്ളത് ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. മദ്ഹബ് സംബന്ധമായ ഒരു വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബില് ഒടൂൽ അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ സലാം വീട്ടുന്ന അത്തഹിയാത്ത് എന്നാണ്. അത് ഒരു റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും അതിന്റെ ഒടൂല് ഇരിക്കുന്ന അത്തഹിയാത്ത് ഒടൂൽ അത്തഹിയാത്ത. 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ അത്തഹിയാത്തും ഒടൂൽ അത്തഹിയാത്ത് തന്നെ. 3 റക്അത്തുള്ള നിസ്കാരാണെങ്കിലും 4 റക്അത്തുള്ള നിസ്കാരാണെങ്കിലും സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള അത്തഹിയാത്ത് ഒടൂൽ അത്തഹിയാത്ത. ഒടൂൽ അത്തഹിയാത്തിൽ എപ്പോഴും ഇഫ്തിറാഷിന്റെ അല്ല തവറുക്കിന്റെ ഇരുത്തം ഇരിക്കണം എന്നാണ് ഷാഫി മദ്ഹബ്. അഥവാ സലാം വീട്ടാൻ പോകുന്ന അത്തഹിയാത്ത് അവിടെ തന്നെ സഹവിന്റെ സുജൂദ് ഉണ്ടെങ്കിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം തന്നെയാണ് ഇരിക്കേണ്ടത്, തവറുക്കല്ല. കാരണം എന്താ, സലാം വീട്ടാൻ പോകുന്നില്ല, സുജൂദ് കഴിഞ്ഞിട്ടാ സലാം വീട്ടാൻ പോകുന്നത്. അപ്പൊ സുജൂദ് കഴിഞ്ഞതിന് ശേഷമാണ് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടത്. ഇങ്ങനെയാണ് ഷാഫി മദ്ഹബ്. എന്നാൽ ഹംബലി മദ്ഹബിൽ വ്യത്യാസം, ഒടൂൽ അത്തഹിയാത്ത് എന്ന് പറയുന്നതിന് അവര് പറയാ ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഒന്ന് അത്തഹിയാത്താണ് ഒടൂൽ അത്തഹിയാത്ത്. അങ്ങനെ വരുമ്പോ ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ ഈ 4 വഖത്തിൽ ഒടൂൽ അത്തഹിയാത്ത് ഉണ്ട്. കാരണം രണ്ടാമത്തെ റക്അത്തിൽ ആദ്യത്തെ അത്തഹിയാത്തും ഒടൂലത്തെ റക്അത്തിൽ ഒടൂൽ അത്തഹിയാത്തും. അപ്പൊ ആദ്യത്തെ ഒരു അത്തഹിയാത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ അത്തഹിയാത്ത് ഉണ്ടെങ്കിലേ ഒടൂൽ അത്തഹിയാത്ത് എന്ന് പറയുള്ളൂ. അതിലേ തവറുക്കിന് ഇരുത്തം ഇരിക്കൽ സുന്നത്തുള്ളൂ. ആകെ ഒരു അത്തഹിയാത്ത് തന്നെ ഉള്ളൂങ്കിൽ അത് ഒടൂൽ അത്തഹിയാത്ത് എന്ന് പറയില്ല. അതുകൊണ്ട് അവിടെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അത് മദ്ഹബ് സംബന്ധമായ ഒരു വ്യത്യാസമാണ്. അവരുടെ കാഴ്ചയിൽ ജുമാക്ക് ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കും, അതുപോലെ തന്നെ സുബഹിക്ക് ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കും. തറാവീഹ് പോലെയുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കും. കാരണം അതിന് ആദ്യത്തെ അത്തഹിയാത്ത് ഇല്ല, ഒരു അത്തഹിയാത്തിനെ ഉള്ളൂ. അതേ സമയത്ത് 4 റക്അത്ത് 3 റക്അത്തൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ 2-ാം റക്അത്തിൽ ആദ്യത്തെ അത്തഹിയാത്ത് ഓതി പിന്നെ 2ാമത്തെ അത്തഹിയാത്ത് ഇരിക്കുമ്പോൾ തവറുക്കിന്റെ ഇരുത്തം. അത് മദ്ഹബ് സംബന്ധമായ ഒരു തർക്കാണ്. അങ്ങനെ പറയുന്നവരോട് പറഞ്ഞാൽ മതി, ഞങ്ങളെ ഷാഫി മദ്ഹബിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഇങ്ങനെയാണ്, സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പുള്ള അത്തഹിയാത്തിനാണ് ഒടുവിൽ അത്തഹിയാത്ത് എന്ന് പറയാം. അത് 1 റക്അത്തായാലും 2 റക്അത്തായാലും 3 റക്അത്തായാലും 4 റക്അത്തായാലും ഒടൂല് സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള അത്തഹിയാത്തിനാണ് ഒടൂൽ അത്തഹിയാത്ത്. അതിൽ തവറുക്കിന്റെ ഇരുത്തം സുന്നത്താണ്. അതേപോലെ ഹംബലി മദ്ഹബിൽ 2 അത്തഹിയാത്തുള്ള നിസ്കാരങ്ങളിലെ 2ാമത്തെ അത്തഹിയാത്ത് മാത്രമേ തവറുക്കുള്ളൂ. അത് ഒരു മദ്ഹബ് സംബന്ധമായ ചെറിയ പ്രശ്നമാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമിട്ട് വരാനും വലിയ ഒരു സുന്നത്തിൽ ഉള്ള അഭിപ്രായ വ്യത്യാസമാണ്.
വായിച്ചെടുത്ത് أيضا اقتداء واختلف موسوسا എന്നുള്ളത് കുരിഹ أيضا اقتداء بموسوس എന്ന് വായിക്കാൻ പറ്റുക. വായിച്ച് ഇങ്ങനെ തോന്നാം. വസ്വിസ് എന്ന് വായിക്കാം. മറ്റു വായിച്ചോർത്ത് വെച്ചതേക്കാരെ ശ്രദ്ധിക്കാതെ ചിലപ്പോ അങ്ങനെയാണല്ലോ, അങ്ങനെ പറഞ്ഞു പോന്നപ്പോൾ ചിലപ്പോ വായനയിൽ വെച്ച് പോയതായിരിക്കാം മാലേഷ്യ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഒരു സമുഖവുമായി ബന്ധപ്പെട്ട വിഷയമല്ല, എന്നാലും റമദാനുമായി ബന്ധപ്പെട്ട വിഷയം. ഞങ്ങളുടെ സുഹൃത്ത് ചോദിച്ചാണ്, 15 വർഷമായി അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ച സമയത്ത് നോമ്പ് നോക്കിയിട്ടില്ല. കുഞ്ഞിന്റെ ആരോഗ്യപരമായ എന്ത് വിഷയം ഉണ്ടായതുകൊണ്ട് നോമ്പ് നോക്കിയിട്ടില്ല. ഇപ്പോഴും ആ നോമ്പ് നോറ്റ് വിട്ടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ മുദ് ഈ 15 വർഷത്തിനും കൊടുക്കേണ്ടി വരുമോ, അല്ല എന്താണ് അതിന്റെ രീതി എന്നറിയാൻ വേണ്ടി ചോദിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 15 വർഷം മുമ്പ് പ്രസവിച്ചപ്പം നഷ്ടപ്പെട്ട നോമ്പ് ഇതുവരെയും നോറ്റ് വീട്ടിയിട്ടില്ല. പ്രസവിച്ചപ്പം എന്ന് പറഞ്ഞാൽ പ്രസവരക്ത സംബന്ധമായ പ്രശ്നത്തിന് വേണ്ടിയായിരുന്നോ? അതാണെങ്കിൽ ആ കൊല്ലത്തെ പ്രസവം കഴിഞ്ഞതിന് ശേഷം അടുത്ത കൊല്ലത്തെ റമദാൻ ആകുന്നതിന്റെ ഇടക്ക് പ്രത്യേകിച്ച് എഴുതറില്ലെങ്കിൽ വീട്ടിൽ നിർബന്ധമാണ്. അതല്ല കുഞ്ഞിന്റെ ആവശ്യത്തിനാണ് ശുദ്ധി വന്നതിന് ശേഷം കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയം ആയതുകൊണ്ട് നോൻപ് നോൽക്കാതെന്നതാണോ? അത് രണ്ടും രണ്ടാണ് മസല. ഏതായാലും എഴുതറ് കൂടാതെ കള വീട്ടേണ്ട സമയത്ത് എഴുതറ് കൂടാതെ എത്ര കൊല്ലം പിന്തിച്ചാലും ആ നോമ്പ് കള വീട്ടുകയും വേണം, ഒരു കൊല്ലത്തിന് ഒരു മുദ്ദ് വീതം ആവർത്തിക്കുകയും വേണം. അതാണ് ഇപ്പൊ അതിന്റെ കണക്ക്. എഴുതറില്ലാതെ എത്ര കൊല്ലം പിന്തിച്ചോ ആ പിന്തിച്ച ഓരോ കൊല്ലത്തിനും ഒരു ദിവസത്തിനൊരു മുദ്ദ് വീതം കൊടുക്കും വേണം. ആ നോമ്പ് കള വീട്ടും വേണം. മുദ്ദ് കൊടുത്തുകൊണ്ട് നോമ്പ് ഒഴിവാവൂല. നോമ്പ് വീട്ടും വേണം, പിന്തിച്ചതിന് മുദ്ദ് കൊടുക്കും വേണം. അത് എത്ര കൊല്ലം പിന്തിച്ചോ പിന്തിച്ചതിന് ഓരോ കൊല്ലത്തിനും ഒരു മുദ്ദ് വീതം ആവർത്തിക്കപ്പെടും. അങ്ങനെ എത്ര നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടോ ഓരോ നോമ്പിനും അത് വേണം താനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, ജസാക്കുള്ളാഹ് ഉസ്താദ്. ഒരു ആളുടെ സംശയമാണ്, അതായത് ഫർള് നോമ്പ് പിന്നെ ഭർത്താവിന് വേണ്ടി മുറിക്കപ്പെട്ടാൽ ഭാര്യയും ഭർത്താവും അതിൻ്റെ 60 നോമ്പിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ളതാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതായത് ഫർള് നോമ്പ് ആവുന്ന സമയത്ത് പിന്നെ അതായത് റമദാൻ അല്ലാത്ത മാസങ്ങളിൽ നോമ്പ് കളാവ് വീട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഫർള് നോമ്പാണല്ലോ, അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പ് നോക്കുമ്പോൾ ആ ഫർള് നോമ്പാണല്ലോ. ആ സമയത്ത് ഭർത്താവിന് വേണ്ടി നോമ്പ് മുറിക്കപ്പെട്ടാൽ ആ 2 മാസം നോമ്പ് നോക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലൈംഗികമായിട്ട് മുറിയുന്നതല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് മുറിക്കപ്പെടുന്നതാണ്. അസ്സലാമു അലൈക്കും. റമദാൻ മാസത്തിലെ നോമ്പ് ഫറദുള്ള ഒരാള് റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റ് ശർഈയായ നിലക്ക് അനുവദനീയമായി നോമ്പ് മുറിക്കൽ അനുവദനീയമല്ലാത്ത ഒരാള് നോമ്പുകാരനാണെന്ന ഓർമ്മയോട് കൂടി മനഃപൂർവം ലൈംഗിക ബന്ധത്തിലൂടെ നോമ്പ് മുറിച്ചെങ്കിൽ മാത്രമേ
ഒരടിമയത്തേക്ക് ചെല്ലുക, അതല്ലെങ്കിൽ തുടർച്ചയായി 60 ദിവസം നോമ്പ് നോൽക്കുക. അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ 60 മുദ്ദ് കൊടുക്കുക എന്ന് പറഞ്ഞത്. റമളാനിലെ നോമ്പ് തന്നെ മറ്റുള്ള സമയത്ത് ഖളാ വീട്ടുമ്പോൾ അത് സംയോഗം കൊണ്ട് മുറിച്ചാൽ ഈ പറഞ്ഞത് വരില്ല. ഒരു ദിവസത്തിന് വേറൊരു ദിവസം ഖളാ വീട്ടിയാൽ മതി. സംഗതി തെറ്റാണ്, ഇത് തൗബ ചെയ്യണം. അതുപോലെ തന്നെ റമളാൻ നോമ്പ് അല്ലാത്ത മറ്റ് ഫർളായ നോമ്പ് ആ നോക്കുന്ന സമയത്ത് മനഃപൂർവ്വം നോമ്പുകാരനാണെന്നുള്ള ഓർമ്മയോട് കൂടി നോമ്പ് മുറിക്കൽ അനുവദനീയമാവുന്ന മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ സംയോഗം കൊണ്ട് നോമ്പ് മുറിച്ചാലും ഒരു നോമ്പിന് ഒരു നോമ്പ് ഖളാ വീട്ടിയാൽ മതി. ചെയ്ത തെറ്റിന് പൊറുക്കലിനെ തേടണം, തൗബ ചെയ്യണം. അപ്പോ ഈ 60 ദിവസം നോമ്പ് നോൽക്കുക, ഒരു അടിമയത്തേക്ക് ചെല്ലുക, ഇതിന് രണ്ടിനും കയ്യാലെ വരുന്ന സാഹചര്യത്തിൽ 60 മുദ്ദ് കൊടുക്കുക എന്ന് പറയുന്നത് റമളാൻ മാസത്തിലെ നോമ്പ് റമളാനിൽ നോൽക്കുമ്പോൾ യാത്ര പോലെയുള്ള നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാവുന്ന കാരണം ഇല്ലാതെ ഞാൻ നോമ്പുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം സംയോഗം ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന നിയമങ്ങളൊക്കെ ഉള്ളൂ. അപ്പം റമളാൻ നോമ്പ് തന്നെ പിന്നെ ഖളാ വീട്ടുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് നേർച്ച പോലെയുള്ള ഫർളായ നോമ്പുകളോ ഒക്കെ നോൽക്കുമ്പോൾ സംയോഗം കൊണ്ട് തന്നെ മുറിച്ചാലും ഈ 60 നോമ്പിന്റെ പ്രശ്നം വരുന്നില്ല. ചെയ്തത് തെറ്റാണ്, അതിന് തൗബ ചെയ്യണം, ഖളാ വീട്ടും വേണമെന്ന് മാത്രം. നോമ്പ് കൊണ്ട് അല്ലാതെ മറ്റു നിലക്ക് നോമ്പ് മുറിച്ചുകൊണ്ട് സംയോഗത്തിൽ ഏർപ്പെട്ടാൽ റമളാനിലാണെങ്കിൽ പോലും ഈ പറയുന്ന അടിമയത്തേക്ക് ചെല്ലുക, അല്ലെങ്കിൽ 60 നോമ്പ് നോൽക്കുക, അല്ലെങ്കിൽ 60 മുദ്ദ് കൊടുക്കുക എന്ന് പറയുന്ന നിയമങ്ങൾ വരുന്നില്ല. ഉസ്താദ്, ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ട് പോയേക്കാം, എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. ഉസ്താദ്, എങ്ങനെ ഈ സൗദി അറേബ്യയിലെ ഈ വഹാബികളുടെ നാട്ടിൽ എങ്ങനെ കഴിയുന്നു? ഉസ്താദിന് എങ്ങനെ? ഹലോ, അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടോ ഉസ്താദ്? പിന്നെ ഉസ്താദ്, ഒരു സുഹൃത്ത് ചോദിച്ചാണ് നമ്മളെ റൂമിലുള്ള, അദ്ദേഹത്തിന് ഒരുപാട് നിസ്കാരങ്ങളും നോമ്പും ഖളാ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് എനിക്ക് എത്രയാണെന്നൊരു പിടുത്തമില്ല, നിസ്കാരത്തിന്റെ കാര്യത്തിലോ അറിയില്ല, അപ്പൊ എങ്ങനെ അത് വീട്ടും എന്നുള്ളതാണ് ഉസ്താദ്. പിന്നെ അദ്ദേഹത്തിന് ഉംറക്ക് പോകാൻ പറ്റുമോ എന്നും കൂടി ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഫർളായ ഇബാദത്തെ നോമ്പായാലും നിസ്കാരമായാലും അത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യതയാണ്. അത് യഥാസമയത്ത് തന്നെ വീട്ടണം. ഇനി ഖളാ ആയിപ്പോയി, മനുഷ്യ സഹജമായ വല്ല സംഗതി കൊണ്ട് ഖളാ ആയാൽ അത് കണക്ക് വെക്കലും നമ്മുടെ ബാധ്യതയാണ്. എന്നിട്ട് അത് തീർക്കണം, കാരണം കൊടുക്കാനുള്ള കടം പോലെയാണ്. എന്നാൽ സംഗതി വശാൽ അങ്ങനെ സാധിച്ചില്ല. എന്നാൽ ഏകദേശം ഇത്ര നിസ്കാരം അല്ലെങ്കിൽ ഇത്ര നോമ്പ് ബാക്കി ഉണ്ടാവും എന്ന്, ഇനി ബാക്കിയില്ല എന്ന് ഉറപ്പാവുന്നത് വരെ ഖളാ വീട്ടുക. എന്നിട്ട് ബാക്കി വല്ലതും അബദ്ധത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഏതായാലും നമ്മൾ ഹക്കുള്ളതാണ്, അത് നമ്മൾ പരമാവധി വീട്ടാൻ നോക്കുക. നമ്മളെ അൻവറിന് ഭയങ്കര തിരക്കുമാണ്, ഓനാണെങ്കിൽ ഒരു കാര്യം അറിയും വേണം, അതാ പ്രശ്നം. വഹാബികളുടെ നാടല്ല, വഹാബികൾ ചിലരുള്ള നാടാണ്. ധാരാളം സുന്നികൾ തിങ്ങി താമസിക്കുന്ന നാടാണ് ഇവിടെ. മനസ്സിലായില്ലേ? അത് വിശദീകരിക്കാൻ സമയമില്ല. ഇവിടെ അല്ലാത്ത ആൾക്ക് ഇവിടത്തെ പറ്റി അറിയില്ല. ഇവിടെ നിന്ന് 10-22 കൊല്ലം തുടർച്ചയായി നിന്ന് ഇവിടത്തെ ഉള്ളറിഞ്ഞ് മനസ്സിലാക്കിയ എനിക്കറിയാം. ഇവിടെ പ്രത്യേകിച്ച് മക്ക, മദീന, ജിദ്ദ തുടങ്ങിയ ഹിജാസിന്റെ ഭാഗങ്ങളിൽ 90% നല്ല പക്കാ സുന്നികളാണ്. ഒരു 10% അല്ലെങ്കിൽ 15% ഒക്കെ നമ്മുടെ നാട്ടിലത്തെ രീതിയിലുള്ളവരല്ലെങ്കിൽ പോലും ഈ വഹാബി മാർഗം സ്വീകരിച്ചവരുണ്ട്. ആ 10-15% കഴിച്ചാൽ ബാക്കിയൊക്കെ നല്ല പക്കാ സുന്നികളാ. പക്ഷേ ഭരണപരമായ ചില നിയന്ത്രണങ്ങൾ, നമ്മുടെ നാട് പോലെയല്ലോ, രാജഭരണാണല്ലോ. അതുകൊണ്ട് പബ്ലിക്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിന് രാജ്യരക്ഷാ സംബന്ധമായ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് ചില വിഷമങ്ങളുണ്ട് എന്നത് സത്യമാണ്.
അതുകൊണ്ട് തന്നെ എല്ലാം അവരവരുടെ അണ്ടറിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ട് പൊതുസഭകളിലല്ലെങ്കിലും നൂറുകണക്കിന് ആളുകളുള്ള മജ്ലിസുകളിൽ വെച്ച് എല്ലാ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ സുന്നി ആചാരങ്ങളും നടപടികളും നടക്കുന്ന നാടാണ് ഇതിടെ. ഇവിടെ യാതൊരു വിഷമവുമില്ല. ഞങ്ങളൊക്കെ ജുമാക്ക് പോകുന്ന പള്ളി നല്ല ശുദ്ധമായ ഷാഫി മദ്ഹബ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സൂഫികളായ പ്രത്യേകിച്ച് അഹ്ലു ബൈത്തിൽപ്പെട്ട സയ്യിദന്മാരായ ഖതീബന്മാരാണ് ഖുതുബ നിർവഹിക്കുന്നതും സാധാരണ 5 വക്തിൽ ജമാഅത്ത് നിർവഹിക്കുന്നതും ഉറക്ക ബിസ്മിയോതും. അതുപോലെ തന്നെ സാധാരണ ഖുതുബ ഓതുന്ന സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് കയ്യിലൊരു വടി ഉണ്ടാവും. അതുപോലെ തുടങ്ങിയിട്ട് എല്ലാം ചെയ്യുന്നു. യാതൊരു വിഷമം അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഈ കാലത്തിനിടയിൽ അനുഭവപ്പെട്ടിട്ടില്ല. ജുമാക്ക് പോകുമ്പോഴും ജമാഅത്തിന് പോകുമ്പോഴും ഒക്കെ നല്ല 1-ാം നമ്പർ ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ നിസ്കരിക്കുന്ന ഇമാമിങ്ങളുള്ള പള്ളിയാണ് ഞങ്ങളുടെ സമീപത്തുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇനി ബാക്കി ചിലയിടത്ത് അധികവും ഹംബലി മദ്ഹബുകാരാണ്. അവരിലും മഹാഭൂരിപക്ഷവും സുന്നികളാണ്. ഹംബലി മദ്ഹബ് അനുസരിച്ചാകുമ്പോൾ അവർ വിത്റിലാണ് കുനൂത്തോത സുബൈക്ക് കുനൂത്തോതില്ല അത്ര വേറെ പ്രശ്നമൊന്നുമില്ല. ആശയപരമായിട്ട് ചുരുക്കം ചെറിയൊരു ന്യൂനപക്ഷം പറ്റുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട് പോലെ സ്വതന്ത്ര രാജ്യമല്ല. ഇത് ഞാൻ നിഷ്പക്ഷമായിട്ട് പറയാം. ഈ നാട് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര രാജ്യമല്ല, മറിച്ച് മംലക്കയാണ്, രാജഭരണം നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലേക്കുള്ള പൊതുപരിപാടികൾക്കൊക്കെ ഇവിടെ കർശനമായ നിയന്ത്രണമുണ്ട്. മനസ്സിലായില്ലേ? അത് ഈ വിഷയത്തിനല്ല, ഏത് വിഷയത്തിനും ഒരു പൊതുപരിപാടികൾ നടത്തുന്നതിന് ഇവിടെ കർശനമായ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് പബ്ലിക്കിൽ പലതും കാണുന്നില്ല. അത് ആശയപരമായ വ്യത്യാസം കൊണ്ടല്ല, മറിച്ച് ഇവിടത്തെ ഭരണപരമായ ചില നയങ്ങൾ അങ്ങനെയായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പബ്ലിക്കിൽ മദ്രസയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നാട്ടിൽ നബിദിന റാലി നടക്കുന്നില്ല എന്നൊക്കെ പറയാം. അത് നബിദിന റാലിയല്ല, ഒരു റാലിയും ഇവിടെ അനുവദിക്കൂല. അതുപോലെ തന്നെ പബ്ലിക്കിൽ ഒരു പരിപാടിയും ഇവിടെ അനുവദിക്കൂല. എത്രത്തോളം എന്ന് വെച്ചാൽ പള്ളികളിൽ ഔദ്യോഗികമായി നടക്കുന്ന ഖുതുബ ഓരോ ആഴ്ചയിലും അത് റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ ഓഫീസിൽ എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഔദ്യോഗികമായിട്ട് അംഗീകൃത ക്ലാസുകൾ പള്ളികളിൽ വെച്ച് നടക്കും. ആ നടക്കണമെങ്കിൽ അയാളുടെ ആദ്യം പെർമിഷൻ വാങ്ങണം. പെർമിഷൻ വാങ്ങിയതിന് ശേഷം ആദ്യാവസാനം അത് റെക്കോർഡ് ചെയ്ത് ഓഫീസിൽ എത്തിച്ചു കൊടുക്കണം. എന്തെങ്കിലും ഒരു വാക്ക് ഗവൺമെന്റിനെതിരായി വന്നു പോയാൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ വിഷയത്തെ പറ്റി ഒരു പരാമർശം വന്നു പോയാൽ ആ മുസ്ലിയാരെ പിന്നെ ലോകത്ത് കാണൂല. അതൊക്കെ ഇവിടുത്തെ നിസാമിന്റെ ഭാഗമാണ്. അല്ലാതെ ഈ അവിടെ UAE കുത്തിരുന്നുകാണ്ട് സൗദി അറേബ്യയിൽ ഇങ്ങനെയാണെന്ന് കേട്ടിട്ട് കാര്യമില്ല. 10-22 കൊല്ലം ഇവരുടെ ഇടയിൽ സൗദികളുമായി ഇടപെട്ട് അവരുടെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഇവിടെ മുജാഹിദീങ്ങൾക്ക് മുജാഹിദായി പ്രവർത്തിക്കുക, അതിനും പബ്ലിക്കിൽ നിയന്ത്രണമുണ്ട്, എന്നാൽ അങ്ങനെ പ്രവർത്തിക്കുക. സുന്നിക്ക് സുന്നിയായിട്ട് ജീവിക്കുക, സുന്നിയായിട്ട് പ്രവർത്തിക്കുക. പക്ഷെ പബ്ലിക്കിൽ പൊതുപ്രദർശനത്തിന് നിയന്ത്രണമുണ്ട്. അതാണ് സത്യം. ബാക്കിയുള്ളതൊക്കെ ധാരണ പെശകാണ്. നമ്മളെ അൻബലി മദ്ഹബിന്റെ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒതു എടുത്താൽ അത് എങ്ങനെയാണ് രീതി ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അൻബലി മദ്ഹബിനെ തെറ്റ് ചെയ്ത് ഒതു ഉണ്ടാക്കാനെങ്കിൽ തുടരാൻ പറ്റും. അതിന്റെ ഇതൊന്ന് വിശദീകരിക്കുന്ന ഒന്നായിരുന്നു. അസ്സലാമു അലൈക്കും. മദ്ഹബ് മാറിലൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ മതിയാക്കാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ നോക്കാം. നമുക്ക് നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രവർത്തകൻ അബ്ദുർ റൌഫ് എന്നാ തോന്നുന്നു പേര്, ഒരു SSFന്റെ സജീവ പ്രവർത്തകരായിരുന്ന ഒരു കുട്ടി ബ്ലഡ് ക്യാൻസർ ബാധിച്ച് കുറെ രോഗിയായി കിടന്നു. ഈ വെള്ളിയാഴ്ച അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച സുബിയോൾ സമയത്ത് വഫാത്തായി. അല്ലാഹു തആല അവരുടെ ആഖിറം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പേരില് നമ്മുടെ SGVയിൽ തന്നെ 7 ഖത്മ് ഓതിയതുണ്ട്. പിന്നെ അവിടെ ബന്ധുക്കളും നാട്ടുകാരും കൂടി 7 ഖത്മ് ഓതിയതുമുണ്ട്. പിന്നെ എന്റെ പൂർത്തിയായ ഒരു ഖത്മുണ്ട്, അതുകൂടി കൂട്ടുക, അങ്ങനെ 15 ഖത്മ്. പിന്നെ എത്ര ലക്ഷം ദിക്റ പറഞ്ഞ് 3.5 ലക്ഷം
തഹ്ലീല് ചൊല്ലിയിട്ടുണ്ട്, അതും ഹദിയാക്കി ദുആ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ഭാര്യ സഹോദരൻ ഉഫാത്ത്, അവരുടെ പേരില്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കാവനൂർ ഉസ്താദിന്റെ ഉമ്മയും വാപ്പയും ഈ മാസത്തിലാണ് വഫാത്തായത് എന്ന് പറഞ്ഞ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫാത്തിഹ ഓതി നേരത്തെ ഓതിയ ഖത്മുകളും തഹ്ലീലുകളും ഒക്കെ ഹദിയാക്കി ദുആ ചെയ്യാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. ബാക്കി ചോദ്യകർത്താക്കളോട് തൽക്കാലം ക്ഷമ ചോദിക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കുറച്ച് സമയം ഓതിയതിനു ശേഷം നാളെ നോക്കാം. ഇന്ന് ഈ ഖത്മ് ഇന്നലെ ദ്വാരക്കേണ്ടതായിരുന്നു, ഇന്നലെ പിന്നെ സമയം കിട്ടിയില്ല, ചോദ്യോത്തരമായിട്ട് അങ്ങനെ ബാങ്ക് കൊടുക്കോളും പോയത് കൊണ്ട് ഇന്നത്തേക്ക് മാറ്റി വെച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ദുആ ചെയ്യാ. അല്ലാഹു തആല അപ്പറയപ്പെട്ടവരുടെ പുറമെ നമ്മളൊക്കെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ഉമ്മ വാപ്പമാരുണ്ടാവും, അതുപോലെ തന്നെ ഉപ്പാപ്പമാര് ഉമ്മാമ്മമാര്, നമ്മുടെയൊക്കെ അമ്മോശന്മാര് അമ്മായിമ്മമാര് സഹോദര സഹോദരങ്ങള് മറ്റ് പലരും ബന്ധപ്പെട്ട മറ്റ് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ പരലോക ഗുണത്തിനു വേണ്ടി ഒരു ഫാത്തിഹയും ഇഖ്ലാസും പവിത്രത്തിനും ഓതി ഈ നേരത്തെ ഓതിയ 14-1-15 ഖത്മും അതുപോലെ തന്നെ ഈ 3.5 ലക്ഷത്തിന്റെ പുറത്തു വരുന്ന ആ തഹ്ലീലുമൊക്കെ ഹദിയാക്കി നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മൾ എന്നിട്ട് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ആഖിറം അല്ലാഹു തആല സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിടം സ്വർഗത്തോപ്പാകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ അവസാനം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു തആല നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി ഈമാൻ സലാമത്താക്കി മരിക്കുന്ന സമയത്ത് നല്ല നിലക്ക് പരിശുദ്ധ കലിമ ഉച്ചരിച്ച് പൂർണ്ണമായ ഈമാനോടുകൂടി മൗത്താകാൻ അല്ലാഹു തആല നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അവന്റെ ലിഖാ കാണാനുള്ള സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആസന്നമായ വിശുദ്ധ റമദാനു ഷരീഫിനെ ബഹുമാനപൂർവം അത് അർഹിക്കുന്ന രീതിയിൽ ഹുർമത്തോടു കൂടി അതിനെ സ്വീകരിച്ച് സ്വാലിഹായ അമലുകളെ കൊണ്ട് സജീവമാക്കി റമദാനും ഖുർആനും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുണ്യമാസങ്ങളിലും പുണ്യദിനങ്ങളിലും കഴിഞ്ഞുപോയ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി മാഫറത്തും മർഹമത്തും എത്തുക്കും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. تقبل الله. امين. الحمد لله الحمد لله الحمد لله رب العالمين. الحمد لله الذي انفذ في بريته احكامه واجرى بمشيته اقدامه وقدر على الانام همامه وانزل على نبيه المخصوص بالكرامه. كل نفس ذائقة الموت وانما توفون اجوركم يوم القيامه. هنالك يقال للمجرم أن امتاز ونحيي المؤمن عن سواء الجحيم فاجتاز وثبت السعيد على الصراط فاجتاز ومن زحزح عن النار وأدخل الجنة فقد فاز ومن ألقي في النار فقد آل إلى الثبور ومن أدخل الجنة فقد
ظفر بالسرور وما الحياة الدنيا إلا متاع الغرور. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك سيدنا محمد النبي الأمي الهاشمي القرشي العربي المكي المدني صاحب النصيحين وابن الذبيحين وجد الصبيحين أفصح الأرض وأكرمهم وأفضل الأنبياء وأرحمهم. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا في الجنان رؤيته وأوردنا حوضه المورود وأشرنا اللهم غدا تحت ظل لوائه المعقود وأجرنا اللهم من هول يوم القيامة ونصبه وزلازله وتعبه. واجعل اللهم يا كريم ثواب قراءتنا وبركة دعائنا وتهليلنا نقدمها ونهديها إلى روح حضرة سيدنا ونبينا وشفيعنا وقرة أعيننا بالقاسم محمد بن عبد الله صلى الله عليه وسلم وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين وجميع الصحابة والتابعين وأهل بيته الطاهرين وثم إلى حضرة من اتبعنا هاهنا بسببه وتلونا القرآن العظيم وحللنا لك ومن أجله. ارحم اللهم مثواهم وبل بوابل الرحمة ثراه. اللهم آنس وحشته واغفر زلته ونفس كربته ونفر محلته وارفع درجته وكلنا وله وليا وبنا وبه حفيا. اللهم وامح ما كان من السيئات في طرسه وافسح له بالقرآن العظيم والتهليل ما ضاق من رمسه واجعل الحور الكواعب من أنسه وأنيسه. اللهم وآته باليمين كتابه واجعل من النور المستنير جلبابه وصير الجنة بعد ذلك مآبه وجد بعفوك على قبيح أفعاله وتجاوز اللهم عن زلله وأخطاره. اللهم والبسه من السندس والاستبرق وآنسه يوم الفزع فلا يقلق وثبته على الصراط فلا يزل ولا يزيغ ولا يزلق. اللهم واجعل لنا وله يوم القيامة نورا ولقه منك نظرة وسرورا وأطيق ذواقا وكأسا دهاقا. واجعله وإيانا يا مولانا من الوجوه الناظرة التي إلى ربها ناظرة ولا تجعله وإيانا يا مولانا من الوجوه الباصرة التي تظن أن يفعل بها فاقرة. إنك أهل التقوى وأهل المغفرة. اللهم وأهل القبور من المسلمين والمسلمات والمؤمنين والمؤمنات أدخل اللهم عليهم يا كريم في قبورهم الروح والريحان والفصحة والرضوان والبشارة والأمان بجوارك في رفيع الجنان إنك كريم منان. اللهم ونحن عبيدك الفقراء الضعفاء المساكين المحتاجون المقصرون ارحمنا إذا صرنا إلى ما صاروا إليه قبلنا فبارك اللهم له